Hello everyone, welcome to Expert GAN Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എക്സൽ ഫോർമുല നമുക്ക് മാക്രോസ് വഴി ചെയ്യാം. അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് VLOOKUP എങ്ങനെയാണ് നമ്മൾ മാക്രോസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഞാൻ ഇപ്പം 3 ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്: സച്ചിൻ, സെവാഗ്, ദ്രാവിഡ്. അവരുടെ ഓരോ സബ്ജക്റ്റ് വൈസ് മാർക്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഈ ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ VLOOKUP ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് മാക്രോസ് ഉപയോഗിച്ച് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുക, അതായത് മാക്രോസ് ഇൻ കമ്പൈൻഡ് വിത്ത് VLOOKUP ഫംഗ്ഷൻ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാക്രോസിൽ ഒരു കാര്യം എക്സലിനെ പഠിപ്പിക്കണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് എക്സലിനെ പഠിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അതേ ആക്ഷൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്രോസ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ പേര് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ സച്ചിൻ എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ അറിയേണ്ടത് സച്ചിന് ഇംഗ്ലീഷിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ VLOOKUP ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പോയിട്ട് റെക്കോർഡ് മാക്രോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ VLOOKUP എന്നതിന് പേര് കൊടുത്തു. ഇപ്പോൾ ഷോർട്ട് കട്ട് കീ എനിക്ക് ഫോർ എക്സാമ്പിൾ Ctrl+Shift+V എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഓക്കെ. അപ്പം ആദ്യം നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് VLOOKUPന് ടൈമിൻ്റെ ഒരു പ്രശ്നമില്ല. നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണോ റെക്കോർഡ് ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ടൈമിൻ്റെ ഒരു റെലവൻസ് ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ ഫോർമുല അപ്ലൈ ചെയ്യാണ്. ഈക്വൽ ടു VLOOKUP. ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഞാൻ പേര് സെലക്ട് ചെയ്യുന്നു. അത് ഞാൻ ഫ്രീസ് ചെയ്തു. കോമ, ഞാൻ ടേബിൾ സെലക്ട് ചെയ്തു. ടേബിൾ ഞാൻ ഫ്രീസ് ചെയ്തു. കോമ അടിച്ചു. കോളം ഇൻഡെക്സ് നമ്പർ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാനിവിടെ മാക്രോ സ്റ്റോപ്പ് മാക്രോ ചെയ്തു. അതായത് ഞാൻ VLOOKUP ഫംഗ്ഷൻ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞ് എക്സലിനെ അത് റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം മാക്രോസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാക്സിൻ്റെ കോളത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി മാക്രോസ് എടുത്തു, VLOOKUP അടിച്ചു. അപ്പോൾ ഞാനിവിടെ റണ്ണ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ മാക്സിന് 88 ആണ്. ഇനി സയൻസ് നമുക്ക് ഇതേപോലെ തന്നെ നോക്കാം. മാക്രോസ് എടുക്കാം, റൺ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. എനിക്കിനി ഇവിടെ വേണ്ടത് സച്ചിൻ്റെ അത് വേണ്ട, എനിക്ക് സെവാഗിൻ്റെ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ സെവാഗ് കൊടുത്തു. ഇനിയും നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മാക്രോസ് എടുക്കുക, VLOOKUP എടുക്കുക, റൺ അടിക്കുക. അപ്പോൾ മാക്സിൻ്റെ കേസിലാണെങ്കിൽ അത് പോവുക, റൺ അടിക്കുക. സയൻസ് മാക്രോസ് എടുക്കുക, റൺ ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്ഷൻ തന്നെ വീണ്ടും മാക്രോസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ മാക്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആക്ഷൻ എക്സലിനെ പഠിപ്പിക്കുക, പിന്നീട് ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്രോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ സമയത്തും പോയിട്ട് എന്ത് ചെയ്യേണ്ട, നമുക്കിങ്ങനെ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. ഈ ഫോർമുലാസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഒരേ സിറ്റുവേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാക്രോസ് ഉപയോഗിച്ച് നമ്മളുടെ വർക്ക് എന്താക്കാൻ പറ്റും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും.